ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്വഹാബത്തിനോട് ചോദിച്ചു പോവുകയാണ്, സ്വഹാബാ, ഇത്രയും നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പില് ആർക്കെങ്കിലും കുടുംബ ജീവിതത്തില് വിള്ളലേറ്റവരുണ്ടോ സ്വഹാബാ? വിള്ളലേറ്റവരുണ്ടോ സ്വഹാബാ? പടച്ചവനെ, ആ സമയത്താണ് അവിടുന്ന് പറയുന്നത്, പ്രിയപ്പെട്ട ഉസ്മാൻ, ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പറയുവോ തന്റെ കുടുംബത്തിന്റെ പോരായ്മകള്, തന്റെ ഭാര്യയുമായിട്ട് നടക്കുന്ന പോരായ്മകള് അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച നേതാവിന്റെ അനുയായികളാ. പിന്നെങ്ങനാ ഞങ്ങളുടെ കുടുംബത്തിൽ അവിടെ വിള്ളലുണ്ടെന്ന് പറയുന്നത്? അതുകൊണ്ട് കഴിയൂലല്ലോ ഉസ്മാൻ. എന്നാലും ഒരു കാര്യം ചെയ്യുവോ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സ്വഹാബത്തിന് വേണ്ടിയിട്ട് ഒന്ന് പഠിപ്പിക്കുമോ ഉസ്മാൻ? ആ സമയമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ കഥകളും ചരിത്രങ്ങളും സ്വഹാബത്തിന്റെ മുമ്പിൽ വിവരിക്കുന്നത്. എന്തേ പറയുന്ന എന്നറിയോ സ്വഹാബാ? നിങ്ങളിൽ വിവാഹം കഴിഞ്ഞവരാരൊക്കെയാണ് പറയോ സ്വഹാബാ? അല്ലാഹുവേ, സ്വഹാബത്തിൽ ഭൂരിഭാഗം ആളുകളും കൈവക്കുകയാണ്, അനയാ ഉസ്മാൻ, എന്റെ കല്യാണം കഴിഞ്ഞതാ, എന്റെ നിക്കാഹൊന്ന് കഴിഞ്ഞു പോയതാണ്. അത് കഴിഞ്ഞ പാട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് അല്ലാഹു ഇരട്ടി മാധുര്യം തരണോ? നിങ്ങളുടെ നോമ്പിന് അല്ലാഹു ഇരട്ടി മാധുര്യം തരണോ? നിങ്ങളുടെ സ്വതക്കക്ക് അല്ലാഹു ഇരട്ടി മാധുര്യം തരണോ? നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു ഇരട്ടി മാധുര്യം തരണോ? ഇത് കേട്ടപാട് അവിടുന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്ത് പറയുന്നു, യാ ഉസ്മാൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വല്ല പ്രതിഫലം കിട്ടിയാൽ അത് വേണ്ടാന്ന് പറയാൻ ഞങ്ങൾ മണ്ടന്മാരല്ലല്ലോ ഉസ്മാനെ, അതുകൊണ്ടൊന്ന് പറയുവോ ഉസ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ആണുങ്ങളായ നിങ്ങളോടാണ് സ്വഹാബാ. അതുപോലെയാ ഇവിടെ ഇരിക്കുന്ന ബാപ്പമാരോട്, ചെറുപ്പക്കാരോട് ആദ്യം ഞാൻ പറയാൻ പോകുന്നതും ആണുങ്ങളോടാണ്. രണ്ടാമതേ ഉമ്മമാരിലേക്കൊന്ന് കടന്നു വരികയുള്ളൂ. ഇതെന്റെ വാക്കല്ല, കഥ പറയുന്ന മദീനയാണ്. ആ പവിത്രമായ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ആരാണ് ചരിത്രങ്ങൾ വിളമ്പുന്ന എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും അടുത്ത തോഴനാ, ഏറ്റവും അടുത്ത തോഴനാട്. അവിടുന്ന് ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് അവിടുന്ന് കുടുംബജീവിതത്തിന്റെ പ്രയാസങ്ങളുമായി കഴിഞ്ഞു കൂടുന്നവരുണ്ടോ സ്വഹാബാ? നിങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ടോ സ്വഹാബാ? നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടോ സ്വഹാബാ? നിങ്ങളെ കളിയാക്കുന്നവരുണ്ടോ സ്വഹാബാ? ആ കൂട്ടത്തിൽ ചില സ്വഹാബത്ത് പറഞ്ഞു, ഉസ്മാൻ, ചിലരിൽ അങ്ങനെ ഉണ്ട്, ചിലരിൽ അങ്ങനെ ഉണ്ട്, ആരാണെന്ന് പറയുന്നില്ല. ആ സമയമാണ് അവിടുന്ന് പടച്ചവനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാ, ശ്രദ്ധിക്കണം എന്റെ വാപ്പമാരെന്റെ ചെറുപ്പക്കാര്. മദീനയിൽ വെച്ച് സ്വഹാബത്തിന് കഥ പറഞ്ഞു കൊടുക്കുന്നതാരാണ്? ഉസ്മാൻ തങ്ങളാ. അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, നിങ്ങളെത്ര സ്നേഹിച്ചാലും, നിങ്ങളെത്ര ഇഷ്ടപ്പെട്ടാലും, നിങ്ങൾ എന്തെല്ലാം കൊണ്ടു കൊടുത്താലും നിങ്ങളോട് സ്നേഹമില്ലാത്ത ഒരു പെണ്ണായിട്ട് മാറിയാൽ, നിങ്ങളെ ഇഷ്ടപ്പെടാത്തവളായിട്ട് മാറിയാൽ, എന്തുകൊണ്ട് കൊടുത്താലും നിങ്ങളെ കളിയാക്കുന്നവളായ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവളായ, നിങ്ങൾ തിരിച്ചു ഒന്നും പറയാതെ അല്ലാഹ്
പടച്ചവനിക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിക്കുന്നവരായാൽ, നിങ്ങൾ നിസ്കരിക്കുന്ന ഒരു ളുഹർ നിസ്കാരമുണ്ടല്ലോ, ആ ളുഹർ നിസ്കാരത്തിന് പടച്ചറബ് തരുന്നത് ഇരട്ടി മാധുര്യമാണ് സഹാബ. അസർ നിസ്കാരത്തിന് ഇരട്ടി മാധുര്യമാ, മഗ്രിബിന് ഇരട്ടി മാധുര്യമാ, സുബഹിക്ക് ഇരട്ടി മാധുര്യമാണ്. എപ്പോഴായി പ്രതിഫലം ലഭിക്കുന്ന എന്നറിയോ? നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ കളിയാക്കുമ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങളെ ആക്ഷേപിക്കുന്ന സമയം വരുമല്ലോ, ആ സമയത്ത് നിങ്ങൾ ക്ഷമിക്കുന്നവരും പൊരുത്തപ്പെട്ട് കൊടുക്കുന്നവരുമായാൽ, അള്ളാഹുവിന് വേണ്ടി മുസ്തഫായ നബി തങ്ങളുടെ ജീവിതം പഠിച്ചു മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങളെ ക്ഷമിക്കുന്നവരും പൊറുക്കുന്നവരുമായ, അൽഹംദുലില്ലാഹ് ഇന്ന മിനൽ ദുനൂബി ദംബാ ലാ യഗ്ഫിറുഹാ ഇല്ലൽ ഗമ്മു ബിൽ അയ്യാൽ. നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ ഒരു വർത്തമാനം പറയുമ്പോ, ഒരു വട്ടം കളിയാക്കുമ്പോ, ഒരു വട്ടം ചീത്ത വിളിക്കുമ്പോ, ഒരു വട്ടം കുറ്റപ്പെടുത്തുമ്പോ, ആ കുറ്റപ്പെടുത്തലിനൊക്കെ പടച്ചറപ്പ് തരുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൽബുകൊണ്ട്, നാവുകൊണ്ട് ചെയ്തു പോയ ആയിരക്കണക്കാന പാപങ്ങളില്ലേ, ആ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കുമെന്ന് ആരാ നമ്മളോട് പറഞ്ഞെന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ വസന്തമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ ഹബീബ പഠിപ്പിച്ചത് ആ വാക്ക് നമ്മളോട് പറയുന്നതാരെന്നറിയോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, ഉസ്താദേ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവളോട് തിരിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരാണാകുമോ ഉസ്താദേ? അവൾ എന്ത് പറഞ്ഞാലും അത് മുഴുവനും കേട്ടുകൊണ്ട് നിൽക്കാൻ ഞാൻ മണ്ടനാണോ ഉസ്താദേ? നിങ്ങൾ മണ്ടന്മാരല്ല, നിങ്ങൾ ക്ഷമിക്കുന്നവരും പൊറുക്കുന്നവരുമാണോ? നിങ്ങളാണ് ആണത്വമുള്ളവരെന്ന് പറഞ്ഞത് സയ്യിദുനാ അലിയൻ കറമഹുല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുന്നവരും പൊറുക്കുന്നവരുമായാൽ അള്ളാഹു നമുക്ക് ഒരുപാട് സന്തോഷം തരും. ആ ഒരു സന്തോഷത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു പോകേണ്ടുന്നത്. അതുകൊണ്ടാണല്ലോ പടച്ചറബേ അവിടെ നിന്നതാ കഥ പറഞ്ഞു കൊടുക്കുകയാണ് സുമാന്തങ്ങള്. നിങ്ങൾക്കറിയോ സഹാബ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയുമല്ലോ? യൂനുസ് നബിയുടെ കുടുംബ ജീവിതത്തിന്റെ പവർ അറിയുമല്ലോ? യൂനുസ് നബിയെ പറ്റി അറിയാത്തവരില്ലല്ലോ സഹാബ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളും കഥകളും ഒന്നുകൂടെ സ്വഹാബത്തിന്റെ മുമ്പിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹ് അല്ലാഹ് അവിടെ നിന്ന് പറയുന്ന സ്വഹാബത്തെ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാ അല്ലാഹു നല്ല കാണാമൊഞ്ചുള്ള അല്ലാഹുവേ പടച്ച റബ്ബ് സൗന്ദര്യം കൊടുത്ത രണ്ട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് കടന്നു വരികയാ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുമ്പോ യൂനുസ് നബിയോട് സലാം പറയുമ്പോ യൂനുസ് നബി അവരെ വിളിച്ചിട്ട് പറയാ, വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുവോ? ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടുന്ന രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമല്ല. അവിടെ നദാ ചെറുപ്പക്കാരെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടത്തിയിരുത്തുകയാണ്. എന്നിട്ട് യൂനുസ് നബി അവിടെ നിന്ന് പറഞ്ഞു, സഹോദരന്മാരെ ഞാൻ ഇപ്പൊ വരാം, നിങ്ങൾ ഇവിടെ ഇരിക്കാവോ? അവിടെ നിന്ന് രണ്ട് ചെറുപ്പക്കാർ ഇരുത്തുകയാണ്. ഇരുത്തിയിട്ട് അവിടെ നിന്ന് യൂനുസ് നബി കടന്നു പോയത് എവിടെയാ? അടുക്കളയുടെ ഉള്ളിലേക്കൊന്ന് കടന്നു പോവുകയാണ്. പടച്ചവനെ, കടന്നു പോയ യൂനുസ് നബിയെ കാണുന്നില്ലല്ലോ. എവിടെയാണ് പ്രവാചകനെന്ന് തിരക്കിയിട്ട് ആ രണ്ട് ചെറുപ്പക്കാർ വീട്ടിൽ നിന്നിറങ്ങി യൂനുസ് നബി പോയ ഭാഗത്തേക്കൊന്ന് കടന്നു പോവുകയാ. ഇന്നിവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരാ, എവിടേക്കാ യൂനുസ് നബി പോയതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ നിൽക്കുന്ന അടുക്കളയുടെ ഉള്ളിലേക്കാണ് യൂനുസ് നബി കടന്നു പോകുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോയി. പക്ഷേ ചെറുപ്പക്കാര് വന്നു നോക്കുമ്പോ
പടച്ച റബ്ബേ അന്തം വിട്ടു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബിയുടെ ഭാര്യ യൂനുസ് നബിയെ അടിക്കുന്നുണ്ട്, യൂനുസ് നബിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, യൂനുസ് നബിയെ ആക്ഷേപിക്കുന്നുണ്ട്. ഇത് കേവലം നമ്മുടെ കഥയല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ചരിത്രങ്ങളല്ല, അള്ളാഹുവിന്റെ ഒരു പ്രവാചകന്റെ കഥ പറയുകയാ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നും മിണ്ടുന്നില്ല. അടിക്കുന്ന അടികളും കുത്തുകളും ചീത്തകളുമല്ല യൂനുസ് നബി കേട്ടുകൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് ചെറുപ്പക്കാര് വന്ന് നോക്കുന്നത്, യൂനുസ് നബി കാണുന്നത്. പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് പറയാ, നിങ്ങൾ കണ്ടില്ലേ, അതൊന്നും ഒരു കാര്യമില്ല, അതൊന്നും ഒരു കാര്യമില്ല. അവൾ എന്റെ ഭാര്യയാണ്, അവൾ എന്നെ അടിക്കുന്നുണ്ട്, അവൾ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അവൾ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷേ വല്ലാ ഞാൻ അവളെ തിരിച്ചൊരു വാക്കു പറയില്ല, ഞാൻ അവളെ അടിക്കില്ല, ഞാൻ അവളെ കുറ്റപ്പെടുത്തില്ല, ഞാൻ അവളെ ആക്ഷേപിക്കില്ല. കാരണം എന്തെന്നറിയോ, എല്ലാ പാതിരാത്രിയും ഞാൻ പടച്ച റബ്ബിനോട് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും, അല്ലാഹുവേ നിന്റെ മഹ്ശറയാകുന്ന കോടതിയിൽ വെച്ചിട്ട് ഈ യൂനുസിനെ പിടിച്ചു നിർത്തല്ലേ അല്ലാ, എന്തെങ്കിലും ഒരു ശിക്ഷ തരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടെ വെച്ച് യൂനുസിനെ തരുവോ റബ്ബേ. ഉടൻ തന്നെ അല്ലാഹു വിളിച്ചതാണ്, യൂനുസ് നബിയേ അക്കാണുന്ന വീട് കണ്ടോ, ആ വീട്ടിൽ സുന്ദരിയായ പെണ്ണുണ്ട്, ആ പെണ്ണിനെ നിങ്ങൾ നിക്കാഹു ചെയ്യണം നബിയേ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാ, അന്ന് നിക്കാഹു ചെയ്തതാ, അന്ന് മുതൽ നീ കുറക്കമില്ല, അന്ന് മുതൽ ഞാൻ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, നല്ലതുപോലെ വെള്ളം കുടിച്ചിട്ടില്ല, സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ല. അവൾ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാ, അവൾ എന്ത് പറഞ്ഞാലും ഒറ്റ പറയുന്ന പെണ്ണാണ്, തറുതല പറയുന്ന പെണ്ണാ. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത് എന്നറിയോ, അല്ലാഹുവേ നമ്മുടെ ഭാര്യമാര് എന്തെങ്കിലും നമ്മളെ വന്ന് പറഞ്ഞ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞല്ലോ. ആ ഒരൊറ്റ കാര്യം കൊണ്ടാ അവള് പറയുന്നത് മുഴുവനും ഞാൻ കേട്ടുമിണ്ടാതെ നിൽക്കുന്നത്, അവള് പറയുന്നത് കേട്ട് മിണ്ടാതെ നിൽക്കുന്നത്. എന്തിനാണ്? യൂനുസിന്റെ പാപങ്ങൾ പോകാനാ. യൂനുസ് നബി തെറ്റ് ചെയ്തിട്ടാണോ? അല്ല. പക്ഷേ മറിച്ച് പടച്ചവന്റെ കോടതിയിൽ സന്തോഷത്തോടെ കടന്നു പോകാനാ. അതുകൊണ്ടാണ് ഇവിടുന്ന് പരിശുദ്ധമായ മദീനയുടെ ഉള്ളിൽ വെച്ച് മസ്ജിദ് നബവിയുടെ ചാരത്ത് വെച്ച് പറഞ്ഞു കൊടുക്കുന്നത്, സ്വഹാബാ നിങ്ങളുടെ കൂട്ടത്തിൽ ഭാര്യമാരെന്ത് പറഞ്ഞാലും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, പടച്ച തമ്പുരാനിക്ക് വേണ്ടി അല്ലാഹനെ ഓർത്ത് നിങ്ങൾ ക്ഷമിക്കുന്നവരാണോ? നിങ്ങളുടെ പാപങ്ങളില്ല, നിങ്ങളുടെ തെറ്റുകളില്ല, നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ പാപങ്ങളില്ല, കൊണ്ടുവന്ന പള്ളിപ്പറമ്പിൽ വെക്കുമ്പോ പാപങ്ങളില്ല, മഹ്ശറയിലേക്ക് വരുമ്പോൾ പാപങ്ങളില്ല. എവിടെന്ന് കിട്ടിയതെന്നറിയോ ഈ ഒരവസരം? അല്ലാഹുവിന്റെ മാലാഖമാർ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ അവന്റെ ഭാര്യ അവനെ കളിയാക്കിയിട്ട്, അവനെ കുറ്റപ്പെടുത്തിയിട്ട്, അവനെ ആക്ഷേപിച്ചിട്ട് ഒന്നും പറയാതെ പടച്ചവനെ നിനക്ക് വേണ്ടിയിട്ട് ക്ഷമിച്ചവനാണ് റബ്ബേ. അതുകൊണ്ട് അല്ലാ അവന്റെ പാപങ്ങൾ നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നാമതായിട്ട് അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, നമ്മൾ സഹിക്കുകയും നമ്മൾ ക്ഷമിക്കുകയും നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാ, നമ്മൾ പോലും അറിയാതെ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് നമ്മളോട് പഠിപ്പിച്ചത് ആരാ? നമ്മുടെ ഖൽബിന്റെ മണിമാരൻ, മദീനത്തിന്റെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ പോരാ, മുഹമ്മദ് മുസ്തഫ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാഹ് വൈഡൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ.
വർണ്ണനയിൽ പാൽക്കടലാണോ ആകാശത്തിലെ രമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ളാഹ് വൈഡൂര്യക്കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ എത്ര വർണ്ണിച്ചാലും എത്ര ജീവിതത്തിന്റെ ചരിത്രങ്ങൾ പറഞ്ഞാലും അവസാനിക്കില്ല. അത്രത്തോളമുണ്ട് കൽബിന്റെ മണിമുത്തിനെ പറ്റി പറയാൻ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇവിടെ നമ്മുടെ വാള് കഴിഞ്ഞാൽ അടുത്ത നമ്മളുടെ മക്കളുടെ അതിമനോഹരമായ ദഫ് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ കണ്ണിന് കുളിർമണിയിക്കുന്ന ദഫ് പ്രോഗ്രാം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് പറഞ്ഞ് അവിടെ സമയം നമ്മൾ കൊന്നുകളയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉമ്മമാരോടും വാപ്പമാരോടും കുറച്ച് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പിരിയും. റബ്ബേ, ഈ സദസ്സിൽ നിന്ന് നിറഞ്ഞ മനസ്സോടെ കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാടൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും പോവാൻ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയാൻ, വാപ്പ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന നേട്ടം എന്തെന്നറിയോ? നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്നാണ്. ഇതിനേക്കാൾ വലിയൊരു സന്തോഷം ഇനിയുണ്ടോ? ഇല്ലേ? ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അലിയേ, ഞാൻ ഇന്ന് വന്നത് എന്റെ ആണത്തം കാണിച്ചിട്ടാണ്. ആണത്തം കാണിച്ചിട്ടാ വന്ന്? എന്തേ നീ ഇപ്പൊ ചെയ്തത് എന്ന് വീട്ടിൽ കയറിപ്പോയാലും എന്റെ ഭാര്യ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേ നിൽക്കും, എന്നോട് എപ്പോഴും വെറുപ്പാൻ. ഇന്ന് എന്റെ കൈയുടെ ചൂടന്റെ പെണ്ണറിഞ്ഞു, ഇന്ന് ഞാൻ എന്റെ ആണത്തം ഞാൻ കാണിച്ചു കൊടുത്തു എന്നാണ്. അലിയാർ ഞങ്ങൾ പറഞ്ഞു, ഏയ് അതൊരാണത്തമല്ല, നീ ആണത്തം കെട്ട പണിയാ ചെയ്തത്, ആണത്തം കെട്ട പണിയാ ചെയ്തത്. നിസാര പ്രശ്നത്തിന്റെ പേരിൽ നിന്റെ പെണ്ണിന്റെ പുറത്തു നീ അടിച്ചില്ലേ? പൊന്നുമോനെ, ഒന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അലിയാർ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, പ്രിയപ്പെട്ട സഹോദരാ, നീ അടിച്ച വേദന നിന്റെ പെണ്ണിന്റെ ശരീരത്ത് എത്ര നേരം നിലനിൽക്കുന്നു? ആ വേദന നിലനിൽക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ ലഅനത്തിന്റെ മാലാഖമാര് നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് അലിയാർ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഭാര്യമാരെ അടിക്കുന്നവരാണോ? നിങ്ങൾ അടിക്കുന്നവരാണെന്നല്ല പറയുന്നത്, അവരെ അടിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണോ? നിസാര പ്രശ്നത്തിന്റെ പേരിൽ അവരുടെ മുടിക്ക് കുത്തിപ്പിടിക്കുന്നവരാണോ? എന്നാൽ അവരുടെ വേദന ഏത് സമയം വരെയാ നിലനിൽക്കുന്നത്? ആ സമയം വരെയും അല്ലാഹുവേ ലഅനത്തിന്റെ മാലാഖമാര് ശപിക്കുകയാണ്. ആ ഒരു വേദന നിങ്ങളുടെ ഭാര്യമാർക്കുള്ളപ്പോ നിങ്ങൾ എവിടെങ്കിലും വെച്ച് മരണപ്പെടുകയും ചെയ്താ, സുബ്ഹാനല്ലാഹ്, ഈമാനോടുകൂടി മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അതുകൊണ്ടാണ് അവിടെ അലിയാർ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പാടില്ല. നീ നിന്റെ പെണ്ണിനെ അടിച്ചവനാണോ? അവളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു വേദനയുണ്ടാകും. നീ ഇനി മിണ്ടിയാലും ശരിയാണ്, നീ അവളോട് ഇനി തമാശ പറഞ്ഞാലും ശരിയാണ്, നീ അവളോട് കിന്നാരം പറഞ്ഞാലും ശരിയാണ്, നീ അവളോട് എത്രയോ സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്താലും ശരിയാ. പക്ഷേ നീ അവിടെ നിന്ന് തമാശ പറയുമ്പോഴും അവളുടെ മനസ്സിന്റെ ഉള്ളില് എന്നെ അടിച്ചല്ലോ റബ്ബേ എന്നൊരു ചിന്ത ആ പെണ്ണിന്റെ മനസ്സിലുണ്ടോ? അല്ലാഹുവേ, നിനക്കതടങ്ങേറാണ്. അവൾക്കുള്ള സ്നേഹം കുറയാൻ കാരണമാ. അലിയാർ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, 3 കാര്യം നീ നിന്റെ പെണ്ണിനോട് ചെയ്തു പോയാ, നിന്റെ ഭാര്യയെ നീ എത്ര സ്നേഹിക്കുന്നവനാണെങ്കിലും, തലക്ക് മുകളിൽ നീ വാരി കോരി കൊടുക്കുന്നവരാണെങ്കിലും, അല്ലാഹുവേ, ആ പെണ്ണിന് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്നാണ്. ഇവിടെ വയസ്സൊരു പ്രശ്നമല്ല, 50 വയസ്സായാലും 60 വയസ്സായാലും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ആരാണ് പറയുന്നത് എന്നറിയോ? അലിയൽ കറമഹുല്ലാഹ്, അലിയാർ തങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരുപാട് നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞു, ഞാനങ്ങ് പോയി, നിങ്ങളെ മദ്ഹ് കേട്ടു, അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. എന്നാലും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാ പറയുന്നത്. അവിടെ അലിയാർ തങ്ങൾ പറയുന്ന ഒന്നാമത്തേതെന്നറിയോ? നീ നിന്റെ ഭാര്യ എന്തിനും
കുറ്റം പറയുന്നവനായ അലിയാർ തങ്ങൾ ആണയിട്ട് പറയുന്ന വല്ലാ, നിന്റെ പെണ്ണിന് നിന്നോട് തനിയെ സ്നേഹം കുറയുമെന്നാട്. കുറച്ചു നേരത്തേക്ക് അവളെ കുറ്റപ്പെടുത്തി, കുറച്ചു കഴിയുമ്പോൾ അവളുടെ അടുക്കൽ പോയിട്ട് നീ മുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പോലെ സുന്ദരി ആരുമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവരുടെ മനസ്സിന്റെ ഉള്ളില് വേദനിപ്പിച്ചാൽ മുറിവവിടം ഉണങ്ങാത്തൊരു ഹൃദയം അത് പെണ്ണിന്റേതാണ്. മുറിവ് ഉണങ്ങാത്ത ഹൃദയം പെണ്ണിന്റേതാണ്. എത്ര നമ്മുടെ മുഖത്ത് നോക്കി അവള് ചിരിച്ചാലും, എത്ര വർത്തമാനം പറഞ്ഞാലും ആ മുറിവ് ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ ഉള്ളില് ഉണ്ടാകുമെന്ന് സയ്യിദുനാ അലിയൻ കറമഹുല്ലാഹ്. അതുകൊണ്ട് എന്തെങ്കിലും കണ്ടാൽ ക്ഷമിക്കണം, അവളെ കുറ്റപ്പെടുത്തുന്നത് കുറയ്ക്കണം. രണ്ടാമതായിട്ട് അലിയാദങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, ഇനി എന്താ നിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യമെന്നറിയോ? നിന്റെ നോട്ടമുണ്ടല്ലോ, ആ നോട്ടം അത് വിഷമാണ്. നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ നോട്ടം നോക്കുമ്പോ ആ നോട്ടം വല്ലാത്ത വിഷമാ. കാരണം നിന്റെ ഭാര്യ നിനക്ക് വല്ലതും കൊണ്ടു തന്നാൽ, അവളൊന്ന് മുറ്റമടിച്ചു വാരിയാൽ, അവർ നമ്മുടെ വസ്ത്രമലക്കിയിട്ട് അതിലെപ്പോഴെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് നീ ഇതെന്താണ് നീ ചെയ്തയെന്ന് പറഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കുന്ന നോട്ടമുണ്ടല്ലോ, അത് തറയ്ക്കാത്ത അമ്പാ. ആ അമ്പ് എപ്പോഴാ നിന്നിലേക്ക് വന്ന് കൊള്ളുന്ന എന്നറിയില്ല. അതുകൊണ്ട് സൂക്ഷിക്കണേ സ്വഹാബാ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തതോ, ഇന്നർ റജുല ഇദാ നളറ ഇംറഅതിഹി വനളറത് ഇലൈഹി നളറല്ലാഹു അലൈഹിമാ വനളറത റഹ്മാ. വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഭാര്യമാര്, പാപ്പാ നിങ്ങൾ എന്നെ നോക്കുമ്പോ ഞാൻ നിങ്ങളുടെ മകനെ പോലെ ഉള്ളൂ, എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നത് സ്നേഹത്തിലാണ്. വയസ്സെത്രയാകട്ടെ, 40 60 70 80 ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് ഇന്നർ റജുല ഇദാ നളറ ഇംറഅതിഹി, അല്ലാഹുവേ, ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തിന്റെ നോട്ടം നോക്കിയാൽ, വനളറത് ഇലൈഹി, ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്കും ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്കും സ്നേഹത്തിന്റെ നോട്ടം നോക്കിയാൽ, നളറല്ലാഹു അലൈഹിമാ വനളറത റഹ്മാ. നിങ്ങളെ പരസ്പരം സ്നേഹത്തിന്റെ നോട്ടം നോക്കുമ്പോ നിങ്ങളിലേക്ക് പടച്ച റബ്ബ് നോക്കുന്നത് റഹ്മത്തിന്റെ നോട്ടമാ, കാരുണ്യത്തിന്റെ നോട്ടമാണ്. അപ്പോഴാ നമ്മുടെ ജീവിതത്തിൽ ക്യാൻസർ വരാത്തത്, അപ്പോഴാ നമ്മുടെ ജീവിതത്തിൽ അറ്റാക്ക് വരാത്തത്, അപ്പോഴാ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യങ്ങൾ വരാത്തത്. അതുകൊണ്ട് അവരുടെ മുഖത്തേക്ക് രണ്ടുപേരും വയസ്സ് പ്രശ്നമല്ലല്ലോ, മുഖത്തോട് മുഖം നോക്കിയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിസാര പ്രശ്നത്തിന്റെ പേരിൽ ഒന്ന് കോപിച്ചു പോയാൽ പിണങ്ങിയിരുന്ന മുത്തുനബി തങ്ങൾ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി വന്ന് പുഞ്ചിരിക്കുമ്പോ എല്ലാം മതിമറന്നിട്ട് മുത്തുനബിയെ വാരി പുണരുന്ന ആയിഷ. അതുകൊണ്ട് സന്തോഷത്തിന്റെ നോട്ടം നോക്കണേ. എപ്പോഴും അവളുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ നോട്ടം നോക്കുന്നത് അത് അവക്കും ഇഷ്ടമല്ല, അല്ലാഹുവിന്റെ മാലാകമാർക്കും ഇഷ്ടമല്ല. മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബാ, നിസാര പ്രശ്നത്തിന്റെ പേരില് അവളെ ഉപദ്രവിക്കല്ലേ സ്വഹാബാ, അവളെ ആക്ഷേപിക്കല്ലേ സ്വഹാബാ. എടുക്കുന്ന വടിയെടുത്ത് മുതുകത്തിടുന്ന ഒരാളായി നീ മാറല്ലേ സ്വഹാബാ. അത് പൊറുക്കുന്നവനും സഹിക്കുന്നവനും ക്ഷമിക്കുന്നവനുമായ അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് അലിയൻ കറമഹുല്ലാഹ്
ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, കല്യാണം കഴിഞ്ഞ് 1 മാസം കുഴപ്പമില്ല, 2ാമത്തെ മാസം വലിയ കുഴപ്പമില്ല, 3ാമത്തെ മാസമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പൊട്ടി പുറപ്പെടുവാൻ തുടങ്ങുകയാ. പിന്നെ പെണ്ണിന്റെ വാപ്പായ പറച്ചിലായി, പിന്നെ പെണ്ണിന്റെ ഉമ്മയെ പറച്ചിലായി, പിന്നെ അവളെ തന്നെ കൊള്ളാത്തവളായി, പിന്നെ അവളുടെ കുടുംബത്തെ കൊള്ളാത്തവനാക്കി. ഇങ്ങനത്തെ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയാ ഇവിടെ എവിടെയാ നമ്മളെ മുത്തുനബിയെ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് പറയുന്നത്, റസൂലുള്ളാന്റെ മാതൃക ഉണ്ടെന്ന് പറയുന്നത്, സ്വഹാബത്തിന്റെ മാതൃകയുണ്ടെന്ന് പറയുന്നത്? അതല്ല, നമ്മൾ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് കടന്നു പോയില്ലേ? അതുകൊണ്ട് അല്ലാഹുവേ, കുടുംബ ജീവിതവുമായി കടന്നുകൂടുമ്പോ ക്ഷമിക്കാനും പൊറുക്കാനും പൊരുത്തപ്പെട്ടു കൊടുക്കാനും രണ്ടുപേരും തമ്മിൽ സന്തോഷത്തോടെ കഴിയാനും അവര് ഒരുക്കങ്ങൾ എടുക്കണമെന്ന് സയ്യിദുനാ അലി കറമഹുല്ലാഹ് ഇതേ വാക്കല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞത്? നിങ്ങൾ പൊറുക്കുന്നവരാകണം, ക്ഷമിക്കുന്നവരാകണം, മാപ്പ് കൊടുക്കുന്നവരാകണം. അപ്പോഴേ നിങ്ങൾക്ക് പടച്ചവന്റെ മുമ്പിൽ സ്ഥാനമുള്ളതെന്ന് അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോഴരെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, അല്ലാ ഇന്നലെ വരെ വലിയ കുഴപ്പമില്ലായിരുന്നു, ഞാൻ ഇവിടെ വാടി എന്ന് പറഞ്ഞ് അവിടെ വരുന്ന പെണ്ണായിരുന്നു, ഇന്ന് അവൾ അങ്ങോട്ടാ പോവുക, ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ, എന്നെ നോക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല, അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾക്ക് സ്വർഗം വേണോ എന്നാ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഖൈറും ബറക്കത്ത് നൽകട്ടെ. ആമീൻ കേൾക്കണില്ല, ഉറക്കെ പറയ്. അള്ളാഹു തആല ഖൈറും ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ സദസ്സ് എന്തിന്റെ സദസ്സ്? നബിതങ്ങളുടെ ജീവിതമാണ്. നബിതങ്ങൾ പറഞ്ഞത് നമ്മളീ പറയണത്, അതിനപ്പുറം ഒന്നും പറയില്ല. അള്ളാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നീ ഖൈറും ബറക്കത്തും നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അപ്പോൾ ആദ്യം ഭർത്താവിനോടാണ്, അവിടെ നിന്ന് ഭർത്താക്കന്മാരോടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എപ്പോഴും നമ്മുടെ ഭാര്യമാരോട് ഒന്നാമത്തെ കാര്യം ഏതാണ്? അവരെ കുറ്റപ്പെടുത്തരുത്, അടിക്കരുതെന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, അവരോട് മനസ്സറിഞ്ഞിട്ട് സ്നേഹം കാണിക്കാൻ നിനക്ക് കഴിയണം. ഇന്നിപ്പോ ചില ഭർത്താക്കന്മാരുണ്ട്, ഇവിടത്തെ ഉപ്പമാരൊക്കെ നീറ്റാൻ, ഫൈസലങ്ങളൊക്കെ നീറ്റല്ലേ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും ലൈവ്. ഞാൻ ചോദ്യം മതി. അതുകൊണ്ടാണ് ഏറ്റവും നല്ല സ്നേഹത്തിന്റെ മാതൃകയാരാ? ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബീവി ഖദീജ. ഉറക്കെ പറയ്, ബീവി ഖദീജ. നിങ്ങൾ പറഞ്ഞോളി, ആയിരിക്കണ ഖദീജരല്ലാന്ന്. ഇത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ഖദീജ. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഖാതിമുൻ നബിയെ വിളിച്ച കച്ചവടത്തിനയച്ച, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ച, കച്ചവടവും കഴിഞ്ഞ് മുത്തു റസൂലുള്ള വന്ന്. കച്ചവടം കഴിഞ്ഞ് ഇന്നിപ്പോ നമ്മൾ ഉദ്ദേശിക്കും പോലെ അന്നത്തെ പ്രേമൊന്നുമല്ല. അള്ളാന്റെ ഹബീബിന്റെ സത്യസന്ധത കണ്ടിട്ടാണ്. അവിടെ നിന്ന് നേരെ പോയിട്ട് കല്യാണം ഒന്നും ആലോചിച്ചില്ല. വിളിക്കേണ്ടുന്ന ആളിനെ വിളിച്ചിട്ട് കല്യാണം ആലോചിച്ച മഹദിയാണ്. കേറിപ്പോയതൊന്നുമല്ല, ദീനിന്റെ ചിട്ടനുസരിച്ച് കടന്നുപോയ മഹദിയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ല ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, എന്റെ ബാപ്പാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് രോഗമായി കിടക്കുകയാണ്. അല്ലാഹുവേ, വഫാത്തിന്റെ വേളയിലാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോവുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ പടച്ച റബ്ബേ കോടിക്കണക്കാന സമ്പത്തുകളുമായി കടന്നു വന്ന ഖദീജ ബീവിയാ. ആർക്കാ സമ്പത്ത് മുഴുവനും കൊടുത്തത്? അല്ലാഹുവിന്റെ റസൂലിനിക്കാണ് സമ്മാനങ്ങളെല്ലാം കൊടുത്തത്, സമ്പാദ്യങ്ങൾ കൊടുത്തത്. നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ ഹബീബിനെ സമ്പന്നരാക്കി എന്നുള്ള ഖുർആനിന്റെ ആയത്തിറങ്ങിയല്ലോ. ഖുർആനിന്റെ ആയത്തിറങ്ങി എപ്പോഴെന്നറിയോ? അല്ലാഹ്
അള്ളാന്റെ ഹബീബിനെ നിക്കാഹ് ചെയ്ത് കല്യാണം കഴിച്ചിട്ട് വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോ ഖദീജ ബീവിയുടെ വീട്ടിന്റെ മുൻഭാഗത്തായിട്ട് മക്കയിലുള്ള ആളുകൾ കടന്നു വന്നിട്ട് പറയുന്നു, ഖദീജ, നിനക്ക് ഭ്രാന്തുണ്ടോ ഖദീജ? കോടിക്കണക്കാന സമ്പത്തുകളുമായി കടന്നു വന്ന ഖദീജ, ഒരുപാട് സമ്പന്നതയുടെ ഉത്തുംഗമായ സോപാനത്തിൽ നിന്ന് കടന്നു വന്ന ഖദീജ, ഹുവൈലിദിന്റെ മകളായ ഖദീജ, എന്തിനാ നീ ഇങ്ങനത്തെ ദരിദ്രം പിടിച്ച ഒരാളെ കല്യാണം കഴിച്ചത്, ഒന്നുമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചത് എന്ന് പറയുന്ന സമയത്ത് റബ്ബേ, ഖദീജ ബീവിക്കത് സഹിച്ചിട്ടില്ല. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ കടന്നു വരുവോ നബിയേ? ഒന്നുമില്ലാതെ കടന്നു വന്ന, ദാരിദ്ര്യത്തിന്റെ ചൂളയിൽ കടന്നു പോയ, പക്ഷേ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് വേണോ, അത് പടച്ച റബ്ബ് കൊടുക്കാൻ സന്നദ്ധമാണ്. പക്ഷേ മുത്തുനബിക്ക് സമ്പത്ത് വേണ്ട. അങ്ങനെയാ റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞുകൂടിയത്. അവിടന്നതാ ഖദീജ ബീവി അവിടന്ന് ഖദീജ ബീവി എവിടന്ന് വിളിക്കുകയാണ്, ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്റെ ചാരത്തേക്കൊന്ന് വരുവോ? والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى. അല്ലാഹുവേ, സമ്പത്തൊന്നുമില്ലാത്ത മുസ്തഫ നബി തങ്ങളെ അവിടന്ന് ഖദീജ ബീവി അവിടന്ന് സമ്പത്ത് മുഴുവനും കൊടുക്കുകയാണ്. അതല്ലേ പടച്ച റബ്ബ് പറഞ്ഞത്, അഗ്നാക ബിമാലി ഖദീജ. അല്ലാഹുവിന്റെ ഹബീബിനെ സമ്പന്നനാക്കിയത് എങ്ങനെന്നറിയോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് കൊണ്ടാണ്. പടച്ച റബ്ബേ, മക്കയിലെ ആളുകൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഖദീജ, എന്തിനാണ് ദാരിദ്ര്യത്തിന്റെ ചൂളയിൽ കിടക്കുന്ന ഈ മുഹമ്മദിനെ നിക്കാഹ് ചെയ്തത്, കല്യാണം കഴിച്ചത് എന്തിനാണ് ഖദീജ? എത്രയോ കോടീശ്വരന്മാര് വന്നില്ലേ ഖദീജ? സമ്പത്തുള്ളവർ വന്നില്ലേ ഖദീജ? അതുകൊണ്ട് ഖദീജ, നിനക്കൊന്ന് ഒഴിവാക്കിക്കൂടെ? അവരുടെ മുമ്പിൽ വെച്ച് സ്നേഹമുള്ള ഭാര്യ ചെയ്തത്, അല്ലാഹുവിന്റെ നബിയേ, ഈ സമ്പത്ത് മുഴുവനും അവിടത്തേക്ക് ഞാൻ തന്നിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞ് സമ്പത്ത് മുഴുവനും കൊടുത്തുപോയ ഖദീജ ബീവി, അല്ലാഹുവേ, അവസാന കാലഘട്ടങ്ങളില് ശൈബ ബി താലിബിന്റെ മലഞ്ചെരുവിൽ കിടന്നുകൊണ്ട് പച്ചില പോലും കഴിക്കുകയാ, വിശപ്പ് സഹിക്കുകയാ, ദാഹം സഹിക്കുകയാ, ഭക്ഷണമില്ലാതെ വലയുകയാ. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ തളർന്നു കിടക്കുന്ന, ശരീരങ്ങൾ ചുക്കുചുളഞ്ഞു പോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് വന്നിരിക്കുകയാ. എന്നിട്ടോ അവിടുന്ന് ഖദീജ ബീവിയുടെ വിരലുകൾ ഇങ്ങനെ കോർത്തു പിടിക്കുകയാണ്. ഖദീജ ബീവിയുടെ വിരലുകൾ ഇങ്ങനെ കോർത്തു പിടിക്കുകയാണ്. ഫഇദാ അഖദ ബികഫിഹാ തസാഖത് ബിദുനൂബിഹിമാ ബിഖിലലി അസാബിഹിമാ. ഭാര്യയും ഭർത്താവും തമ്മിലൊന്ന് വിരൽ കൊടുത്താൽ ഒരു കൈ സഹായം ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്ക, ഒന്ന് വിരലുകളൊന്ന് കോർത്ത് പിടിച്ച തസാഖത് ബിദുനൂബിഹിമാ ബിഖിലലി അസാബിഹിമാ. അവരുടെ വിരലുകളുടെ ഇടകളിലൂടെ അവരുടെ പാപങ്ങൾ ചോർന്നു പോകുമെന്നല്ലേ അവിടുന്നതാ വിരലുകൾ ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാ, ഓ പ്രിയപ്പെട്ട ഖദീജ, ഖദീജ,
ഇത്രയും നാള് മുഹമ്മദിനോടൊപ്പം കഴിഞ്ഞപ്പോ കൊണ്ടുവന്ന സമ്പത്തുകളൊക്കെ നഷ്ടമായില്ലേ ഖദീജ? എത്രയോ ദിവസങ്ങളെ പട്ടിണി കിടന്നില്ലേ ഖദീജ? വിശപ്പ് സഹിച്ചില്ലേ ഖദീജ? അവിടുന്ന് നൊമ്പരം സഹിച്ചില്ലേ ഖദീജ? ഈ അവസാന സമയത്ത് പോലും പച്ചിലകൾ കഴിച്ചിട്ട് എന്റെ ഖദീജ കടന്നില്ലേ ഖദീജ? ഈ മുഹമ്മദിനോട് പൊരുത്തപ്പെടണേ ഖദീജ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ ആ ചുക്ക് ചുളിഞ്ഞ കരങ്ങളെടുത്ത് ലോകത്തിന്റെ രാജകുമാരന്റെ കണ്ണുനീരൊഴുക്കി വരുമ്പോ ആ കണ്ണുനീര് തുടച്ചിട്ട് പറയുന്നു, നബിയേ കരയല്ലേ നബിയേ. അവിടന്ന് സങ്കടപ്പെട്ടു പോയാ, അവിടന്ന് വിഷമപ്പെട്ടു പോയാ അതെനിക്ക് സഹിക്കൂല നബിയേ, അതെനിക്ക് ഇഷ്ടമല്ല നബിയേ. ഞാൻ കരഞ്ഞാലും എന്റെ മുത്തേ നിങ്ങൾ കരയല്ലേ നബിയേ. ആരാണ് അറിയുന്നത് എന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയുകയാണ്, യാ അല്ലാഹ്, ഈ ഒരു വിഷയം അറിഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാ. അല്ലാഹുവിന്റെ ഹബീബും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമുണ്ട്. അതിമനോഹരമായ ചരിത്രമാണ്, സുദീർഘമല്ല, ചെറിയൊരു സംഭവമാ. വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഭാഗത്തുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിശബ്ദരായിട്ടിരിക്കുന്നുണ്ട്. മുത്തുനബിക്കൊരു മാറ്റവുമില്ല, പുഞ്ചിരിയല്ലാതെ വേറൊന്നുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയൊരു മസിൽ പിടിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ എന്തേ പ്രശ്നം ആയിഷ? ആദ്യം അല്ലാഹുവിന്റെ റസൂൽ പറയട്ടെ ആയിഷ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന സിദ്ദീഖ് തങ്ങൾ തോടനാണെങ്കിലും അത് മോശനാണ്. ഉടൻ തന്നെ ഇവിടെ ആയിഷ ബീവി പറഞ്ഞ വാക്കറിയോ? ഉപ്പാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കള്ളവ് പറയാൻ പാടില്ല, സത്യമേ പറയാൻ പാടുള്ളൂ. ഈ ഒരു വാക്കങ്ങ് കേട്ടപ്പോ സിദ്ദീഖ് തങ്ങളുടെ മനസ്സ് പൊട്ടുകയാണ്. ആയിഷ എന്തേ പറഞ്ഞത് ആയിഷ? നബി തങ്ങൾ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കയ്യങ്ങെടുക്കുകയാണ്. ആ കയ്യങ്ങെടുത്തിട്ട് ഒരൊറ്റ അടിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക്. ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ ഒരു ചാരത്ത് ുമ്പോ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കറേ, നിങ്ങൾ എന്തിനാണ് എന്റെ ആയിഷയെ അടിച്ചത്? ഞാനും ആയിഷയും തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ അടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറയുമ്പോ അവിടെ മുത്തുനബി തങ്ങൾ അവസാന ആയിഷ ബീവിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ആയിഷ, ഞാൻ അവിടെ മുസ്തഫ നബി തങ്ങൾ, ഞാൻ അവിടെ അബൂബക്കറിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇനിയും മടി കിട്ടുമായിരുന്നു ആയിഷ, എനിക്കൊരു വഴക്കില്ല ആയിഷ. ഇതങ്ങോട്ട് കേട്ടപ്പോ ആയിഷ ബീവി മുത്തുനബിന്റെ മുഖത്തോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവരുടെ പ്രശ്നം അവിടെ കഴിഞ്ഞു. മുത്തുനബിന്റെ മുഖത്ത് നോക്കി ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ സിദ്ദീഖ് തങ്ങളോട് ഇനി അടിക്കലേ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് അടിച്ച് പിരുത്തൻ തന്നെ എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചു. അവരുടെ ഇതങ്ങോട്ട് പോയി, അവിടെ അടിയില്ല, വഴക്കില്ല, ഒന്നുമില്ല. കൊച്ചു പെണ്ണല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഇല്ലേ? അബൂബക്കർ സിദ്ദീഖിൻ ആരംഭ പൂമോളെ ആയിഷ പൂവഴകേ, ആദരത്താഹ നബിയോരെ സൗജത്തായി വന്നൊരു പൊന്നോളിവേ, മഹദി മണി മുത്ത് ഒളിവർ കാതിർ വിത്ത് മാതൃക പോവണ വീ ഉത്തമാലങ്കാര പൂവായി മണം വീശും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ.
على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي വസല്ലിം. അല്ലാഹുവേ, പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കുന്ന സമയം മുതൽ ഈ കടന്നു വന്നിരുന്ന ഒരാളും എഴുന്നേറ്റില്ലല്ലോ. പടച്ചവനെ, അവിടെ ഇവിടെ അവരിവിടെ ഇരിക്കുന്നത് എന്നെ കണ്ടിട്ടല്ല, ഈ സദസ്സിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ്. റാഹിമായ അല്ലാ, റാസിഖായ അല്ലാ, ജീവിതത്തിൽ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എവിടെ സൈനുലാവിദ്? അവിടെ വഫാത്തിന്റെ സമയത്ത് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കാൻ എല്ലാ ഭാര്യമാരോടും അനുവാദം ചോദിച്ചൊരു നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തൊരഴകാണ് ആ വാക്കിന്, എന്ത് ചന്തമാണ് ആ വാക്കിന്, എന്തോ ഒരു സുന്ദരമാണ് അവിടത്തെ കണ്ണിന്, എന്തോ ഒരഴകാണ് ആ പൂമുഖത്തിന്. അവിടെ അതാ വഫാത്തിന്റെ സമയത്ത് പോലും ഭാര്യമാരോട് നീതി പുലർത്തുകയാണ്. എല്ലാവരോടും അനുവാദം ചോദിച്ചു, ഞാൻ എന്റെ ആയിഷാടെ വീട്ടിലൊന്ന് കിടക്കട്ടെ. എല്ലാവരും സമ്മതം കൊടുത്തപ്പോഴല്ലേ മുത്തുനബി തങ്ങളെ കിടന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റമളാനായാൽ പടച്ചവന്റെ പള്ളിയില് കടന്നു വന്നിട്ട് ഒരു ഖത്മോതുന്നവരായിരിക്കാം, ഉസ്താദുമാരോട് സ്നേഹം കാണിക്കുന്നവരായിരിക്കാം. ഒരു മനുഷ്യന്റെ പാപം എപ്പോഴാണ് പടച്ചറബ് പൊറുക്കുന്നത് എന്നറിയോ? അവനിക്ക് എപ്പോഴാണ് 70,000 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുന്നു എന്നറിയോ? നാട്ടിലുള്ള ഉസ്താദവൻ നല്ലവനാണെന്ന് പറയുമ്പോഴല്ല, അവന്റേതായിട്ടുള്ള കൂട്ടുകാരവൻ നല്ലവനാണെന്ന് പറയുമ്പോഴല്ല, അവന്റെ ഉമ്മ നല്ലവനാണെന്ന് പറയുമ്പോഴല്ല, അവന്റെ പ്രിയപ്പെട്ട ബാപ്പ അവൻ നല്ലവനാണെന്ന് പറയുമ്പോഴല്ല, അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നവന്റെ പെണ്ണ് അവൻ നല്ലവനാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ഈ വാക്ക് പടച്ചവന്റെ റഹ്മത്തിന്റെ മാലാകമാര് ഏറ്റെടുക്കുകയാണ്. ആ മാലാകമാര് പറയുന്നു, റബ്ബേ, അവന്റെ പെണ്ണ് പറഞ്ഞതാണ് അവൻ നല്ലവനാണെന്ന്. അതുകൊണ്ട് പടച്ചോനെ, അവന് നന്മകൾ രേഖപ്പെടുത്തണേ അല്ലാ. ഭാര്യമാരെ കൊണ്ട് നല്ലവനാണെന്ന് പറയിപ്പിക്കണം. ആ ഒരവസ്ഥയിലേക്ക് മാറിയ ഒരു വട്ടം നമ്മുടെ ഭാര്യമാര് നിങ്ങൾ നല്ലവനാണെന്ന് പറഞ്ഞ അല്ലാഹുവേ, എത്രയോ ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുകയാണ്. 2 വട്ടം പറഞ്ഞ 3 വട്ടം പറഞ്ഞാൽ കൂലികൾ കിട്ടുകയാ. അല്ലാ, ഈമാനിന്റെ പരിപൂർണത എവിടെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പവിത്രമായ മസ്ജിദ് നബവി ഇരിക്കുമ്പോ ഖൗലാ റളിയല്ലാഹു അൻഹ ഓടി വരികയാണ്. മുസ്തഫ നബി തങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ ആരുണ്ടെന്നറിയോ? ആയിഷ ബീവിയുണ്ട്, ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ട്, എല്ലാവരും ഇരിക്കുകയാണ്. ആ സദസ്സിലേക്ക് അവിടുന്ന് ഖൗല ഓടി വരുമ്പോ അവിടുന്ന് ആയിഷ ബീവി ചോദിക്കുന്നു, സുബ്ഹാനല്ലാഹ്, എന്ത് പറ്റി ഖൗല? മുടിയെല്ലാം ജട പിടിച്ചല്ലോ, നിന്നെ കണ്ടാ കുളിക്കാത്ത ഒരു പെണ്ണിനെ പോലെ ഉണ്ടല്ലോ, നിന്റെ ശരീരങ്ങളൊക്കെ കീറാ, നിന്റെ ശരീരത്തുള്ള വസ്ത്രങ്ങൾ മുഴുവനും കീറിയിട്ടുണ്ടല്ലോ, എന്തേ നിനക്ക് പറ്റിപ്പോയത് ഖൗല? ഉടൻ തന്നെ വിടന്ന് പറയുന്നു, നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന ഒരാളാണ് നബിയേ, ഒരുപാട് നോമ്പെടുക്കുന്ന ഒരാളാണ് നബിയേ, ഒരുപാട് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരാണ് നബിയേ. പക്ഷേ ഞാനുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് വിളിക്കുന്നത് ആരെയാ? ഉസ്മാൻ ഇബ്നു മൽഊനെ വിളിക്കുകയാണ്, ഭർത്താവാണ്. വിളിച്ചിട്ട് ചോദിക്കുന്നു, എന്തേ നിനക്ക് നിന്റെ പെണ്ണിനോട് കടമയില്ലേ? അതുകൊണ്ട് നീ അവളെ സ്നേഹിക്കണേ, അവൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണേ.
അവർക്ക് വേണ്ടിയിട്ട് നീ സമയം കണ്ടെത്തണേ. അക്മലിൽ മുഅ്മിനീന ഈമാനാ അൽഫഹും ബിഅഹ്ലി. ഈമാനിന്റെ പരിപൂർണത എവിടെയാണ് കടന്നു വരുന്നത് എന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് സ്നേഹത്തോട് കടന്നു വരുമ്പോഴാ, സന്തോഷത്തോടെ കടന്നു വരുമ്പോഴാണ്. നിങ്ങൾക്കറിയുമല്ലോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എത്രയോ രസകരമായ ചരിത്രങ്ങളുണ്ടല്ല, പറയാ സമയമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടമാണ്. ആ സമയത്തതാ ഒരു പെണ്ണ് ഓടി വരുന്നു, വന്നുകൊണ്ട് പറയുന്നു, ഉമറേ, എന്റെ ഭർത്താവ് എത്ര ഈമാനുള്ളവനാണ്, എത്ര നിസ്കരിക്കുന്നവനാണ്, എത്ര സുജൂദുകൾ ചെയ്യുന്നവനാ. നാട്ടുകാർക്ക് മുഴുവനും എന്റെ ഭർത്താവ് നല്ലവനാണ്. ശ്രദ്ധിക്കണം ഭർത്താക്കന്മാര്, നാട്ടുകാർക്ക് മുഴുവനും എന്റെ ഭർത്താവ് നല്ലവനാണ്. അല്ലാഹുവേ സന്തോഷമാണ്. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ നിന്റെ ഭാഗ്യമല്ലേ പെണ്ണേ. ഉടൻ തന്നെ പറഞ്ഞു കൊടുത്ത മറുപടി അറിയോ? കഅബ റളിയല്ലാഹു അൻഹു തൊട്ടടുത്തുണ്ട്. കഅബ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഉമറേ, ആ പെണ്ണിന്റെ വിഷയം അതല്ല ഉമറേ, ആ പെണ്ണിന്റെ വിഷയം വേറെയാണ്. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്ന, കഅബേ, ആ പെണ്ണിന്റെ വിഷയമൊന്ന് പരിഹരിച്ചു കൊടുക്ക്. എന്താണ് പെണ്ണ് പറയുന്നതെന്ന് കേക്ക്. ഉടൻ തന്നെ പറയുന്നു, പ്രിയപ്പെട്ട കഅബ് തങ്ങളെ, എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്നവനാണ്, ഒരുപാട് നോമ്പെടുക്കുന്നവനാണ്, ഒരുപാട് സുഖക്ക ചെയ്യുന്നവനാണ്. പക്ഷേ ഞാനുമായിട്ട് എന്റെ ഭർത്താവിനൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കുമോ? ഉടൻ തന്നെ ഭർത്താവിനെ വിളിച്ചു. രണ്ടുപേരെയും നിർത്തിയിട്ട് കഅബ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഈ പെണ്ണ് പറഞ്ഞത് ശരിയാണോ? ശ്രദ്ധിക്കണേ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാണ്ട് വിളിച്ചിട്ട് ചോദിക്കാൻ, ഈ പെണ്ണ് പറഞ്ഞ ശരിയാണോ? ഉടൻ തന്നെ പെണ്ണങ്ങോട്ട് ചാടി വീണു. അങ്ങനെ ഉമ്മമാരങ്ങനെയാണ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി നിന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി, ഒരു വണ്ട് പോണ ശബ്ദം കേട്ട് പെട്ടെന്ന് അവിടെ തിരിക്കും. അവിടെ എത്തി പിന്നെ അവര് പറഞ്ഞോളും, മുഴുവനും പറഞ്ഞോളും. ഇവിടുത്തെ ഉമ്മമാരൊക്കെ നീറ്റ് കേട്ടോ, അവരങ്ങനൊന്നും പറഞ്ഞില്ല. ചില നാട്ടിലെ ഉമ്മമാരങ്ങനെയാണ്, എന്തെങ്കിലും കേട്ട പിന്നെ പിരിപിരീന്ന് പറഞ്ഞങ്ങോട്ട് നിൽക്കും. ഇതുപോലെ ഈ പെണ്ണ് ചാടി വീണിട്ട് ഞാൻ പറയാൻ തങ്ങളെന്നാണ്, ഞാൻ പറയാം തങ്ങളെ. യാ അയ്യുഹൽ ഖാദിൽ ഹകീമോ റുഷ്തുഹു അൽഹാ ഖലീലി അൽ ഫിറാശി മസ്ജിദോ സഖദഹു ഫീ മൽജഇ തഅബ്ബുദു ഖലീഖ ലാ ഖഅബു വലാ തുറദ്ദിദു. എന്റെ ഭർത്താവെന്ന് പറഞ്ഞ പാതിരാത്രി എന്റെ വിരിപ്പിലില്ല, എഴുന്നേറ്റ് പോകുന്നവനാ. തഹജ്ജുദിന് വേണ്ടി, തസ്ബീഹിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് പോകുന്നവനാ. നഹാറുഹു വലൈലുഹു മാ യർകുദു വലസ്തു ഫീ അംരിൻ നിസാഇ അഹ്മദു. അല്ലാഹുവേ, കഅബ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ. പെണ്ണ് പറയുന്ന വാക്കേതെന്നറിയോ? ഒരുപാട് വിശദീകരിക്കാറുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പെണ്ണ് പറയുന്നു, നഹാറുഹു വലൈലുഹു മാ യർകുദു. രാവും പകലും എന്റെ ഭർത്താവിന് ഒരുപോലെയാണ്, എപ്പോഴും ഇബാദത്താണ്. ഫലസ്തു ഫീ അംരിൻ നിസാഇ അഹ്മദു. എന്റെ ഭർത്താവ് എന്റെ കാര്യത്തിൽ ചെയ്യുന്ന ഒന്നിലും ഞാനൊരു തൃപ്തിപരമായിട്ടുള്ള പെണ്ണല്ല. എനിക്ക് കിട്ടേണ്ടുന്ന ഹക്കിടപാടുകൾ കിട്ടുന്നില്ല. ഉടൻ തന്നെ ഭർത്താവിനോട് ചോദിച്ചു, സഹോദരാ, നിന്റെ ഭാര്യ പറഞ്ഞ ശരിയാണോ? ഉടൻ തന്നെ പറയുകയാണ്, ഫീ സൂറത്തിൻ നഹ്ലി വഫീ സുബ്ഇൽതു വഫീ കിതാബില്ലാഹി തഹ്വീലുൽ ജലൽ. കഅബേ, അല്ലാഹ്
അല്ലാഹുവിന്റെ പരിശുദ്ധമായ സൂറത്തുൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അതിന്റെ ഒരധ്യായമാണ് സൂറത്തുൻ നഹ്ൽ. സൂറത്തുൻ നഹ്ൽ ഞാൻ ഓതിയപ്പോ വഫീ കിതാബില്ലാഹി തഹ്വീലും ജലൽ, അല്ലാഹുവിന്റെ പ്രവിശാലമായ മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ കോടാനു ആടുകളെ കൊണ്ടുവരുന്ന രംഗം, അല്ലാഹുവേ നരകത്തിന്റെ ബീഭത്സകരമായ രംഗം, അതെല്ലാം ഒന്ന് അറിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇബാദത്ത് ചെയ്യാൻ പോയതാ. അപ്പോഴാണ് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട കഅബ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നാ ലഹാ അലൈക ഹഖ് യാ റജുൽ നസീബുഹാ ഫീ അർബഇൻ മിനൽ അഖൽ. പൊന്നുമോനെ പൊന്നുമോനെ, അതേ ഖുർആനിൽ തന്നെയല്ലേ പറഞ്ഞത്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൽ നാസു വൽ ഹിജാറ. അതേ ഖുർആനിൽ നിന്റെ ഭാര്യയോടുള്ള കടപ്പാട് പറഞ്ഞിട്ടുണ്ടല്ലോ, വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ് വഇൻ കരിഹ്തുമൂഹുൽ. നീ പറഞ്ഞ ഖുർആനിന്റെ ആയത്തുകള് സൂറത്തുൻ നഹ്ൽ ഓതിയപ്പോ നിനക്ക് പേടി വന്നത് മഹ്ശറയാണ്, നിനക്ക് പേടിയായത് നരകമാണ്. എന്നാൽ അതേ ഖുർആനിൽ അല്ലാഹു നിന്റെ പെണ്ണിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ മനസ്സിലാക്കിക്കോ. ഇന്നാ ലഹാ അലൈക ഹഖ് യാ റജുൽ, മോനെ നിന്റെ പെണ്ണിനോട് ഒരുപാട് കടപ്പാട് നിനക്കുണ്ട്. ഉടൻ തന്നെ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, മോനെ അവളെല്ലാം ചെയ്യുന്നവളാണ്, അവൾ നിന്റെ മക്കളെ നോക്കുന്നവളാ, 2 കൈ കൊണ്ട് 100 ജോലി ചെയ്യുന്നവളാണ്, അതുകൊണ്ട് അവളോട് നീ പൊരുത്തപ്പെടണേ. ഫഇന്നലഹാ ഫഇന്നഹാ തബ്ബാഹാ ഫഇന്നഹാ തബ്ബാഹാ ഫഇന്നഹാ മുനല്ലഫത്തുൽ ലിബൈതി, അവൾ നിന്റെ വീടടിച്ചു വാരി വൃത്തിയാക്കിയവളാണ്. വഉമ്മു ഔലാദിഹി, 10 മാസക്കാലം നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ കൊണ്ടു നടന്നത് നിന്റെ പ്രിയപ്പെട്ട പെണ്ണാ. വഉമ്മു ഔലാദിഹി വമൗളിഉ സിർരിഹി, അവൾ നിന്റെ വീട്ടിന്റെ കൂട്ടുകാരിയാണ്. വഹിയ ശരീകത്തു ബൈതിഹി, അവൾ നിന്റെ വീട്ടിന്റെ കൂട്ടുകാരി എന്ന് മാത്രമല്ല, വമൗളിഉ സിർരിഹി, എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കാൻ പറ്റിയത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. വഇന്നഹാ തബ്ബാഹാ, രാവിലെ ഭക്ഷണമുണ്ടാക്കി, ഉച്ചക്ക് ഭക്ഷണമുണ്ടാക്കി, വൈകുന്നേരം ഭക്ഷണമുണ്ടാക്കി, ഓരോ സമയത്തും ഭക്ഷണമുണ്ടാക്കിയിട്ട് ക്ഷീണം മാറിയോ ഇല്ല. വമുനല്ലഫത്തുൽ ലിബൈതി, നമ്മുടെ വീടെല്ലാം അടിച്ച് വൃത്തിയാക്കിയ പെണ്ണാ. അത് മാത്രവുമാണോ, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, തുണി അലക്കുന്നുണ്ട്, നാസ്ത ഉണ്ടാക്കുന്നുണ്ട്, ഉച്ചക്ക് ഭക്ഷണം വെക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂട്ടുകാർ വരുമ്പോ അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്ന ഈ 2 കൈകൾ കൊണ്ടാ. അതുകൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞാ ക്ഷമിക്കുന്നവരായി നിങ്ങൾ മാറണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്, പൊന്നൻ അവനാണ് അവളുടെ തെറ്റിന്റെ കർത്താവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അതിരിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. ആശയം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കീറി മുറിച്ചും കൊണ്ട് എടുത്തോളി. എന്താന്ന് വെച്ചാല് അല്ലേ, പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്, പൊന്നൻ, സൂപ്പർ പേര് അല്ലേ, പൊന്നൻ അവനാണ് അവളുടെ തെറ്റിന്റെ കർത്താവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. എന്താ അർത്ഥമുള്ള വരികളാണ് അല്ലേ? പക്ഷെ പെണ്ണ് വിടുവോ? പെണ്ണെന്താ പറയാ?
മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്, മനസ്സിൽ വെടിവെച്ചൊരിരട്ടക്കുഴൻ തോക്കാണ്. മാനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ്, മറുപടി പറയാനായി കഴിയുന്നതുമാർക്കാണ്. തരിച്ചു പോകും നീയും തരിച്ചു പോകും. അല്ലേ? നമ്മൾ പറയും അവള് മഹാവൃത്തിയറ്റ പെണ്ണ, ഉസ്താദെ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ല, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ പെണ്ണെന്താ പറയാ? നിങ്ങൾ 2-3 കൊല്ലം വിദേശത്ത് കിടന്നില്ലേ? ഞാൻ മലക്കൊന്നുമല്ല. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, അവളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയണം. ഞാൻ കീറി മുറിക്കുന്നില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാരായ വാപ്പമാരോട് ചെറുപ്പക്കാരോട് പറയാ, അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിൽ വേണം, ക്ഷമിക്കാനുള്ള മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ നമുക്ക് പടച്ചവന്റെ മുമ്പിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ അതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാണ്, സഹാബ ഇനി എവിടെ നിന്നാണ് നല്ല ഒരു പെണ്ണ് വരുന്ന എന്നറിയോ? നല്ല ഒരു പുരുഷൻ വരുന്ന എന്നറിയോ? നല്ല ഒരു കുടുംബിനി വരുന്ന എന്നറിയോ? ഏറ്റവും നല്ല വീട്ടിൽ നിന്നാണ്. ആ വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മ നല്ലവളാണോ? ആ പെണ്ണിന്റെ ഉമ്മ നല്ലവളാണെങ്കിൽ ആ പെണ്ണും നല്ലവളായി. നിങ്ങൾ പറയാൻ, നമ്മുടെ ഉമ്മ നന്നാണോ? പെൺമക്കള് നന്നാണ്. എന്റെ ഉമ്മമാർ എന്നോട് വെറുപ്പൊക്കെ ഇടും, ഞാൻ പറഞ്ഞത് പറയാൻ. വാപ്പ നന്നാണോ? മക്കള് നന്നാണ്. ഉമ്മ നിസ്കരിക്കോ? പെൺമക്കള് നിസ്കരിക്കും. ബാപ്പ നിസ്കരിക്കുവോ? ആ മക്കളും നിസ്കരിക്കും. ബാപ്പ പള്ളിയിൽ പോകോ? ആ മക്കള് പള്ളിയിൽ പോകും. ഉമ്മ വീട്ടിൽ നിസ്കരിക്കുന്ന പെണ്ണാണെങ്കിൽ ഈ മക്കള് നമ്മൾ പറയണ്ട, വീട്ടിൽ നിസ്കരിക്കും. അല്ലേ? നല്ല വളം വേണം, അവിടെ നമുക്ക് വിജയം ഉണ്ടാവുക. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. സമയം നമുക്ക് കുറവാണ്, ഞാൻ പെട്ടെന്ന് പറയട്ടെ. സുബ്ഹാനല്ലാഹ്, അബുൽ ആസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരാണ്. അവിടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്തത്, അല്ലാഹുവേ കല്യാണം കഴിച്ചത്. പക്ഷേ അബുൽ ആസ് ആണെങ്കിലോ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്കൊന്ന് കടന്നു വന്നിട്ടില്ല. പടച്ച റബ്ബേ, അബുൽ ആസ് യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. ഏതാണ് യുദ്ധം എന്നറിയോ? ബദർ യുദ്ധമാണ്. അപ്പോഴാ പ്രിയപ്പെട്ടവർ വന്നിട്ട് അബുൽ ആസിനോട് പറഞ്ഞു, അബുൽ ആ, നിങ്ങൾ അവിടെ നിന്ന് യുദ്ധത്തിന് പോകുന്നത് ആരോടെന്നറിയോ? നിങ്ങളുടെ അമ്മോഷനോടാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന സൈനബില്ലേ, ആ സൈനബിന് നിങ്ങളെ ത്വലാഖ് ചൊല്ലുവോ? ആ പെണ്ണിനെ നിങ്ങൾ ഉപേക്ഷിക്കുവോ? ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണ്. പടച്ചറപ്പേ, ബദറിന്റെ രണാങ്കണത്തില് മുത്തുനബിക്ക് എതിരായിട്ട് യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. അല്ലാ, ആ സമയത്ത് അവിടെ അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ളവരോട് പറയുന്നു, ഇല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാ. ഈ യുദ്ധത്തിന് വരണ്ടെന്ന് പറഞ്ഞാ ഞാൻ ചെയ്യാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സൈനബിനെ ഒഴിവാക്കാൻ പറഞ്ഞാൽ ഞാൻ ഒഴിവാക്കൂല. അവള് നല്ല പെണ്ണാണ്, അവൾ എന്നെ സ്നേഹിക്കുന്ന പെണ്ണാണ്, അവൾ എന്നെ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്. ഇതുപോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം സമ്മതിക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. അല്ലാ, അബുൽ ആസിനെ തടവുകാരനായിട്ട് ബന്ധസ്ഥനായിട്ട് പിടിക്കുകയാണ്. ഇനി അവിടുന്ന് ആ ബന്ധനസ്ഥം മാറ്റണമെന്നുണ്ടെങ്കിൽ, തടവിൽ നിന്ന് മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്വർണമോ വെള്ളിയോ കൊണ്ടുവന്നിട്ട് കൊടുത്താലേ മോചിപ്പിക്കാൻ പറ്റൂ. അല്ലാഹുവേ, ഈ വാർത്ത ആരറിയുന്നതെന്നറിയോ? അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബ് അറിയുകയാണ്. സൈനബ് അറിഞ്ഞ പാടെ അവിടെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു സ്വർണമാല, ആ സ്വർണമാല ഊരിയെടുത്തൊരു പൊതിഞ്ഞിട്ട് അവിടെ ഒരാളുടെ കയ്യിലേക്കൊന്ന് കൊടുത്തു വിടുകയാണ്.
ഒരാളുടെ കയ്യിലേക്കൊന്ന് കൊടുത്തു വിടുകയാണ്. ആ സ്വർണമാല കൊണ്ട് കൊടുത്തിട്ട് തന്റെ ഭർത്താവിനെ മോചിപ്പിക്കാനാ. അവിടന്ന് പെണ്ണ് പറഞ്ഞില്ല, അവിടെ കിടക്കട്ടെ, അവിടെ കിടന്ന് നശിക്കട്ടെ, എന്തിനാ ഞാൻ എന്റെ മാല കൊടുക്കുന്നത് എന്നവിടന്ന് ചിന്തിച്ചിട്ടില്ല. കോടിക്കണക്കാണ് സമ്പത്തുകൾ കൊടുത്തു പോയ അല്ലാഹുവേ, കോടിക്കണക്കാണ് സമ്പത്തുകൾ ഭർത്താവിന് കൊടുത്ത് സ്നേഹിച്ച ഒരുമ്മയുടെ മകളല്ലേ സൈനബ് റളിയല്ലാഹു അൻഹാ. അവിടന്നതോ റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിലേക്ക് ആ മാലയെന്ന് കിട്ടുമ്പോ ലോകത്തിന്റെ രാജകുമാരൻ കരയുകയാണ്, മനസ്സ് നൊമ്പരപ്പെടുകയാ, പൊട്ടിക്കരയുകയാ. എന്തേ കരയുന്ന എന്നറിയോ? ഖദീജ ബീവിയെ ഓർമ്മ വരികയാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ കൊടുത്തുപോയിട്ടുള്ള മാലയാ സൈനബ് റളിയല്ലാഹു അൻഹക്ക്. ആ മാല കണ്ടപ്പോൾ റസൂലുള്ളാഹിന്റെ മനസ്സ് പൊട്ടി. സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ ഈ മാല വേണോ? അവിടുന്ന് അബുൽ ആസിനെ മോചിപ്പിക്കാ. സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട നബിയേ. അബുൽ ആസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബുൽ ആസേ നീ കടന്നു പൊക്കോ, മക്കയിലെത്തിയാൽ ഉടൻ തന്നെ എന്റെ പൊന്നുമോള് സൈനബിനെ നീ ഇങ്ങ് പറഞ്ഞു വിട്ടേക്കണം. ഇനി എന്റെ പൊന്നുമോള് ഒത്തുകൊണ്ട് കഴിഞ്ഞുകൂടല്ല. അല്ലാഹുവേ, എന്ത് പറഞ്ഞാലും സഹിക്കാൻ പറ്റുമോ? പക്ഷേ സൈനബിനെ അവിടെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ അത് അബുൽ ആസിന് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അബുൽ ആസ് അവിടെ നിന്ന് കടന്നു വന്നിട്ട് സ്വന്തം സഹോദരനായ കിനാനെ വിളിക്കുകയാ. കിനാനെ വിളിച്ചിട്ട് പറഞ്ഞു, കിനാരേ, സൈനബിന് മദീനയുടെ ബൗണ്ടറിയിലേക്ക് ഒന്ന് കൊണ്ട് കൊടുക്കണം. അവിടെ അലിയാര് തങ്ങള് കാത്തുനിപ്പുണ്ട്, അലിയാരും സ്വഹാബത്തുമുണ്ട്, അവരെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് കടന്നു വരാൻ പറയുമ്പോ അവിടെ നിന്ന് കിനാന് സൈനബ് റളിയല്ലാഹു അൻഹയുമായി കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള് വരുന്നതെന്നറിയുമ്പോ അവിടുന്ന് സുബ്ഹാനല്ലാഹ് ശത്രുക്കൾ വളഞ്ഞു കൂടുകയാണ്. ഇപ്പൊ തന്നെ ആക്രമിക്കണം എന്നുള്ള തീരുമാനമാകുമ്പോ ഈ വാർത്ത അറിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നതാരാ? അബുൽ ആസ് ഓടി വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിലാണ് ഞാൻ, പക്ഷേ എന്റെ സൈനബിന് വല്ലതും പറ്റിയാൽ നിങ്ങളുമായിട്ട് ഞാൻ അമ്പെയ്ത്ത് നടത്തുമെന്ന് പറയുമ്പോ അവിടെ അബൂ സുഫിയാൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, എന്നാൽ അവിടെ നിന്ന് വിട്ടേക്ക്, അബുൽ ആസ് നമ്മുടെ ഒരു നേതാവല്ലേ, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറയുമ്പോ അവിടെ അവസാനം അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള് അവിടത്തേക്കൊന്ന് എത്തുകയാണ്. എത്തിയ പാടവിടന്ന് മുത്തുനബി തങ്ങളെ കണ്ടു. പക്ഷേ മക്കത്തവിടെ ഇരുത്തം വരുന്നില്ല അബുൽ ആസിന്. അബുൽ ആസ് പാതിരാത്രി എഴുന്നേറ്റു, അവിടെ നിന്ന് നടക്കുകയാണ്. അവിടെ പടച്ച റബ്ബേ മദീനത്തേക്ക് പോവുകയാണ്. അല്ലാഹ് അല്ലാഹ് ഇനി അബുൽ ആസ് മുത്തുകൊണ്ടുള്ള ജീവിതം വേണ്ടെന്ന് പറഞ്ഞതാ മുത്തുനബി തങ്ങള്. ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ബദർ യുദ്ധത്തിന് ശത്രുവായി കടന്നു വന്ന ആളാണ് അബുൽ ആസ്. ഉടൻ തന്നെ പാതിരാത്രി അതാ അവിടെ അബുൽ ആസ് കടന്നു വന്നു. ളുഹർ നിസ്കാരം കഴിഞ്ഞ് മുത്തുനബി കടന്നു പോകുമ്പോ സൈനബ് റളിയല്ലാഹു അൻഹ നിൽക്കുകയാ. ചോദിച്ചു, മോളെ എന്തേ നിനക്ക് പറ്റിയത്? ഉടൻ തന്നെ അവിടെ പറയുന്നു, ഉപ്പാ എന്നെ ഒന്നും പറഞ്ഞേക്കല്ല ഉപ്പാ, എന്റെ അബുൽ ആസ് വന്നിട്ടുണ്ട്. അവിടെ റസൂലുള്ള പറഞ്ഞു, പക്ഷേ കുഴപ്പമില്ല, അബുൽ ആസിന് അഭയം കൊടുത്താൽ രക്ഷയില്ല. നബിയെ ഞാൻ അഭയം കൊടുത്തു, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. അവിടെ അതാ പറയുന്നു, പക്ഷേ നിങ്ങൾ ഒരുമിച്ച് കിടക്കരുത്, ഒരുമിച്ചിരിക്കരുത്, ഒരുമിച്ച് നടക്കരുത് എന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു വിടുമ്പോ അവിടത്തേക്ക് ചെന്നിട്ട് പറയുന്നു, അബുൽ ആസേ എന്റെ ഉപ്പ ഇങ്ങനെ പറയുകയാണ്, എനിക്കങ്ങനെ പറയുമെന്നറിയാം സൈനബേ. ഓടി വരുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമ്മമാരപ്പോ ഉള്ളത് കൊണ്ട് അല്ലാഹുവേ പരിഗണിച്ചുകൊണ്ട് പോകണം. അതിന്റെ തെളിവാണ് ഉമ്മുൽ മുഅ്മിനീൻ ബീബി ആയിഷ.
ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, എന്റെ പെങ്ങളെ മുസ്തഫായ നബി തങ്ങള് വിശന്ന് വലഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരികയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും അവിടുന്ന് കൊണ്ടുവന്ന് കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് കടന്നു വന്ന മുത്തുനബിയാ. ഒരു ഭർത്താവ് നമ്മുടെ വീട്ടിലേക്ക് വിശന്ന് വന്നാൽ ഇന്നിവിടെ ഇരിക്കുന്ന ഉമ്മമാര് ചെയ്യുന്നതെന്താ? അവരെ പിടിച്ച് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട്, നല്ല വെള്ളം കൊടുക്കാറുണ്ട്. എന്നാൽ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ കരം കവർന്നെടുക്കുകയാണ്. കരം കവർന്നെടുത്തുകൊണ്ട് പോവുകയാ. വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടിരുത്തുകയാണ്. ആയിഷ ബീവി മുത്തുനബിയുടെ ചാരത്തിരുന്നിട്ട് മുത്തുനബി തങ്ങളുടെ തോളത്തേക്ക് ആയിഷ ബീവിയുടെ തോളന്ന് വെച്ചു, ആയിഷ ബീവിയുടെ തല വെച്ചു. എന്നിട്ടോ ഫമസഹ ബിയദിഹി അലാ ബത്നിഹി മിമ്മാ അറാ ബിഹി മിനൽ ജൂ. പടച്ചവനെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ വയറൊന്ന് തടവുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, ഈ ആയിഷ എത്രയോ ദിവസങ്ങൾ സങ്കടത്തിലാ നബിയേ, പട്ടിണി കിടന്നവളാ നബിയേ. എന്തുകൊണ്ടാണ് എന്റെ മുത്തുനബിയോട് ഞാനൊന്നും പറയാത്ത എന്നറിയോ? എന്തുകൊണ്ടാണ് എന്റെ മുത്തുനബിയോട് ഞാനൊന്നും പറയാത്ത എന്നറിയോ? എന്റെ റസൂലുള്ള വിശപ്പ് സഹിക്കുന്നവരാ, എന്റെ റസൂലുള്ള ദാഹം സഹിക്കുന്നവരാ, എന്റെ റസൂലുള്ള മുമ്പരത്തിൽ കഴിയുന്നവരാണ്. പിന്നെങ്ങനാണ് ആയിഷ പട്ടിണിയാണെന്ന് പറഞ്ഞിട്ട് വിഷമപ്പെടുത്തുന്നത് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വന്നെങ്കിൽ പെങ്ങളെ, ഒന്നാമത്തത് തന്റെ ഭർത്താവിന്റെ വരവും ചെലവും അറിയുന്ന പെണ്ണാകണം. പിന്നെയോ തന്റെ ഭർത്താവിനെ കളിയാക്കിയിട്ട് കുറ്റപ്പെടുത്തിയിട്ട് തന്റെ ഭർത്താവിന്റെ കണ്ണു നിറക്കാതെ നോക്കണം. മൂന്നാമത്തതോ തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിയുന്നൊരു പെണ്ണായി മാറണോ. നാലാമത്തതോ തന്റെ ഭർത്താവിന് വേണ്ടി മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യുന്ന പെണ്ണായി മാറണോ. അല്ലാഹുവേ, ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാ നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബാപ്പ, അവസാന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നിർത്തുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാ, പ്രിയപ്പെട്ട സ്വഹാബ, ഇനി കുടുംബ ജീവിതമെന്നല്ല, അള്ളാഹുവിനെ ഓർക്കുന്ന ഏതൊരു കാര്യമാണോ ആ കാര്യങ്ങളൊക്കെ രക്ഷപ്പെടണോ. മരിക്കൂന്നൊരു ചിന്ത മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരണേ സ്വഹാബ. കന്നക ചമോത്തകദാ, നാളെ മരിക്കുമെന്നുള്ള ചിന്തയോടെ കൊണ്ടുവരണേ. അല്ലാഹുവേ, അള്ളാന്റെ ഹബീബ് എന്ത് പറഞ്ഞാലും മരണത്തെ പറ്റി പറയാറുണ്ട്. അതേപോലെ സ്വഹാബത്ത് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് മരിക്കൂല്ല, നാളെ മരിക്കൂല്ല, ഇനിയും ഒരുപാട് കൊല്ലങ്ങളുണ്ട്. 40 വയസ്സാകണ്ടേ ഉസ്താദേ, 60 വയസ്സാകണ്ടേ ഉസ്താദേ, 70 വയസ്സാകണ്ടേ ഉസ്താദേ. അപ്പോഴൊക്കെ കുടുംബ ജീവിതത്തിന്റെ ഭാരമൊക്കെ ഇറക്കി വെച്ചിട്ട് ഏതെങ്കിലും ഒരു മകനോടൊപ്പം വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോ അപ്പ തൗബ ചെയ്താ പോരെ, അപ്പോഴല്ലേ മരിക്കുകയുള്ളൂ. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഇവിടെ നിന്നുകൊണ്ട് വാള് പറയുന്ന ഷമീർ ദാരിമി ഇൻഷാ അല്ലാഹ് നാളെ ഗുരുവായൂർ ഭാഗത്ത് പ്രഭാഷണം നടത്തുമെന്ന് പറയാ എനിക്ക് കഴിയില്ല. എന്റെ ഭാര്യയെ കാണുമെന്നോ, എന്റെ ഉമ്മയെ കാണുമെന്നോ, എന്റെ പൊന്നുമോനെ കാണുമെന്നോ, ഇന്നിവിടെ എന്നോടൊപ്പം കടന്നു വന്ന വീരാനാജിയെ പോലെ, സൈദലവിയെ പോലെ, സാദിഖിനെ പോലെ, അലിയെ പോലെ ഉള്ളവര് പടച്ച റബ്ബേ നാളെ എന്നെ കാണുമെന്നോ, അവരെ ഞാൻ കാണുമെന്നോ
പറയാൻ കഴിയില്ലല്ലോ, അവരെ ഞാൻ കാണുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവസാനിപ്പിക്കട്ടെ. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പെട്ടെന്ന് വിട പറഞ്ഞു പോയാ പടച്ചറബ്ബേ, കണ്ട് കൊതി തീരാത്ത മക്കൾ എത്ര പേര് വിട പറഞ്ഞു പോയി. പടച്ചറബ്ബേ, 2 വയസ്സുള്ള എത്ര മക്കളെ മയ്യത്തെടുത്ത് വെച്ച് ബാപ്പ പൊട്ടിക്കരഞ്ഞു. 3 വയസ്സുള്ള മക്കളുടെ മയ്യത്തെടുത്ത് വെച്ച് ബാപ്പ എത്ര പൊട്ടിക്കരഞ്ഞു. അല്ലാ, നമ്മൾ തൊട്ടെടുത്തറിഞ്ഞു പോയതല്ലേ. ഷഹലാശരൻ എന്ന് പറയുന്ന പാവപ്പെട്ട പൊന്നുമോള് പോലും ഇന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ. ആ പൊന്നുമോളെ ഉമ്മ എത്രയാ കരയുന്ന എന്നറിയോ? ആ പ്രിയപ്പെട്ട പൊന്നുമോളെ ബാപ്പ എത്രയാ കരയുന്ന എന്നറിയോ? അതുപോലെ കണ്ണൂർ ജില്ലയില് പടച്ചറബ്ബേ, ഇടിമിന്നലേറ്റ് മരിച്ചുപോയ 2 കൊച്ചുമക്കള്, 17 വയസ്സുള്ള 2 മക്കള്, ഫഹദ് എന്ന് പറയുന്ന, സമിൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ട 2 മക്കളുണ്ടല്ലോ. ആ പുന്നാര മക്കളെ എത്ര ആശിച്ചാണ് ആ ഉമ്മ വളർത്തിയത്. സുബ്ഹാനല്ലാഹ്. നമുക്കെന്താണ് അവരോട് പറയാനുള്ളത്? ആ വിഷമത്തിൽ കഴിയുന്ന മക്കളെ നഷ്ടപ്പെട്ടുപോയ കണ്ണുനീരിൽ കഴിയുന്ന ആ മാതാപിതാക്കളോട് നമുക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ. ക്ഷമിക്കുക, ക്ഷമിക്കുക എന്ന് മാത്രമല്ലേ പറയാനുള്ളൂ. കാരണം നാളെ പടച്ചവന്റെ മുമ്പില്, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തില് കുരുന്ന മക്കൾ വിട പറഞ്ഞ ആ പ്രിയപ്പെട്ട പൊന്നുമക്കള് സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. പൊന്നാര മക്കൾ വിട പറഞ്ഞാ സഹിക്കാൻ പറ്റുമോ? എന്തിനേറെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ, യാ അല്ലാഹ്, എപ്പോഴും ഒരു സ്വഹാബി ഒരു പൊന്നുമകന്റെ കയ്യും പിടിച്ചിട്ട് കടന്നു വരും. മക്കളില്ലാതെ എത്രയോ നാളുകൾ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അവസാനം പടച്ചറബ് കൊടുത്തുപോയ ഒരു പൊന്നുമോനാ. ആ പ്രിയപ്പെട്ട പൊന്നുമോനായിട്ട് പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ചാരത്ത് വന്ന് ഈ സ്വഹാബി നിസ്കരിക്കുന്ന സമയമുണ്ടല്ലോ, ഈ സ്വഹാബി നിസ്കരിക്കുന്ന സമയമുണ്ടല്ലോ, ഈ കുഞ്ഞുമോ പാപ്പയുടെ പുറത്തേക്കൊന്ന് കയറുകയാ, പാപ്പയുടെ മുതുകത്ത് കയറുകയാണ്. ഇത് കണ്ടുകൊണ്ട് മദീനത്തിന്റെ മണൽ പരപ്പിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുമായിരുന്നു. കുറെ ദിവസങ്ങളായി പൊന്നുമകനെ കാണുന്നില്ല. കുറെ ദിവസങ്ങളായി ആ പൊന്നുമകനെ കാണാതിരിക്കുമ്പോ അവിടന്നതാ സ്വഹാബത്തിനോട് മുത്തുനബി തങ്ങൾ ചോദിക്കുകയാ, എവിടെയാ സ്വഹാബ? ആ ഒരു കൊച്ചു കുഞ്ഞുമായി കടന്നു വരുന്ന ബാപ്പ എവിടെ? ആ സമയം സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ആ പൊന്നുമോന് വിട പറഞ്ഞു നബിയേ, ആ പൊന്നുമോ ലോകത്തോട് വിട പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സ്വഹാബ, നിങ്ങൾ എന്തേ പറയാത്തത് സ്വഹാബ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തുമായി കടന്നു പോവുകയാണ്. ഈ സ്വഹാബിയുടെ വീട്ടിൽ ചെല്ലുമ്പോ അല്ലാഹുവേ, പൊട്ടിക്കരഞ്ഞ കണ്ണുനീരോട് വാടിത്തളർന്നിരിക്കുന്ന ഒരു പിതാവ് മുത്തുനബിയെ കണ്ടപാട് ചാടി എഴുന്നേറ്റിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, എന്റെ പൊന്നുമോന് പോയി നബിയേ. ഇനി അവന്റെ കളിയില്ലല്ലോ നബിയേ, ഇനി അവന്റെ ചിരിയില്ലല്ലോ നബിയേ. എന്റെ പൊന്നുമോന് ലോകത്തും വിട പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കം തന്നറിയോ? ഇവിടെ വെച്ച് നിന്റെ മകൻ മരിച്ചതിൽ വിഷമം ഞങ്ങൾക്കുമുണ്ട്. അതിന് പകരം നീ ഒന്ന് ക്ഷമിക്കുവോ? അതിന് പകരം നീ ഒന്ന് ക്ഷമിക്കുവോ? ഇതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് സ്വർഗീയ ലോകത്ത് നിന്റെ മക്കളാൽ തരുമെന്ന് പുണ്യനബി തങ്ങൾ പറയുമ്പോ ആ സ്വഹാബി കരഞ്ഞിട്ട് പറയുന്നു, എന്നാലും കൊച്ചുമക്കളല്ലേ നബിയേ. നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് ഒരുപക്ഷെ അവരെന്റെ എങ്കാനും ശബ്ദം കേട്ടാലോ ആ വിഷമിച്ച് കഴിയുന്ന ഷഹരാശറിന്റെ ഉമ്മയോട്, അത് മാത്രമല്ല വിട പറഞ്ഞ കണ്ണൂർ ഭാഗത്തുള്ള ഫഹദിന്റെ ഉമ്മയോട്, ഉപ്പയോട്, സമിനിന്റെ ഉമ്മയോട്, ഉപ്പയോട് നമുക്കൊന്നേ പറയാനുള്ളൂ, ക്ഷമിക്കുക. നിങ്ങളുടെ വിഷമത്തിൽ ഞങ്ങളും കൂടെയുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് ക്ഷമിക്കുകയല്ലാതെ നിവർത്തിയില്ലല്ലോ. അല്ലാഹുവേ,
നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ക്ഷമിക്കാനുള്ള മനക്കരുത്ത് നമുക്ക് തരണയല്ല. ആ മക്കളെ നാളെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ നിർത്തട്ടെ. അല്ലാഹുവേ, ഇത്രയും നേരം കടന്നിരുന്നവരാട് ഇന്നിവിടന്ന് പോകുമ്പോ ഇതിനു വേണ്ടി ഓടി നടന്ന പാവപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. ഇവിടത്തേക്ക് ഞാൻ കടന്നിറങ്ങുമ്പോ വീടിന്റെ മുറ്റത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കൾക്കൊരു സന്തോഷമുണ്ട്. അതുപോലെ പൊന്നുമക്കൾ കൈവിടാതെ സംഘാടകരായ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ വന്ന് കൈതരുമ്പോ മനസ്സിന് വല്ലാത്ത ഒരു കുളിര് തോന്നുകയാണ്, മനസ്സിന് വല്ലാത്തൊരു സ്നേഹം തോന്നുകയാണ്. എന്റെ ബാപ്പാ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉസ്താദേ, ഇതിന്റെ ചിലവ് കഴിഞ്ഞ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാടിന്റെ ചാരത്ത് രോഗമായി കിടക്കുന്നവരെ കണ്ട്, ക്യാൻസറുമായി കിടക്കുന്നവരെ കണ്ട്, ഒരു നേരത്തെ മരുന്നിന് പേടിക്കാൻ നിവർത്തിയില്ലാതെ കിടക്കുന്നവരെ കണ്ട് എന്തെങ്കിലും കൊടുക്കാ ഞങ്ങൾ ഒരുക്കമാ. ഞങ്ങളുടെ ഉപ്പമാരും ഞങ്ങളുടെ ഉമ്മമാരും ഞങ്ങൾക്ക് വല്ലതും തന്നാൽ അത് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന മക്കൾ പറയുമ്പോ ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരോട്, എന്റെ വാപ്പമാരോട് ഇപ്പം നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നില്ല, ഇപ്പം നിങ്ങൾ കൊടുക്കണ്ട, ഒന്ന് വാഗ്ദാനം ചെയ്യണം. അല്ലാഹുവേ, ഇട്ടുകൂട്ടിയിട്ട് 1001 ഒരാഴ്ചയിൽ ഒരു 100, അങ്ങനെ ഒരു 100 ഇട്ടുകൂട്ടി 50ഉം 10ഉം വെച്ച് ഇട്ടുകൂട്ടിയിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. അല്ലാഹുവേ, ഈ പവിത്രമായ സദസ്സില് ആര് ഹദിയ ചെയ്യുന്നോ, ആര് പറയുന്നോ, അല്ലാഹുവേ അവർക്കൊരിക്കലും ക്യാൻസർ പോലത്തെ രോഗങ്ങൾ കൊടുത്ത് നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ, നൊമ്പരപ്പെടുത്തല്ലേ അല്ലാ, അറ്റാക്ക് വെക്കല്ലേ അല്ലാ. സ്നേഹമോറും വാക്കതിൽ നിറഞ്ഞതാണേ കൽബിൽ കാരുണ്യത്തിൻ തേമഴകൾ വന്നതാണേ. പൂനിലാവോ പൂമണമോ പൂത്തതാണേ സ്നേഹ ആ നിലാവിൻ മഞ്ചു കാണാൻ ചന്തമാണേ. തീനിലൂറൈ തുള്ളതായി മോഴിഞ്ഞതാണേ സ്നേഹ പൂനിലാവാ മുസ്തഫ നബി തങ്ങളാണേ.